കേടായ ഗിയറുകൾ നന്നാക്കൽ, മൗണ്ടിംഗ്, പ്രവർത്തനക്ഷമത പരിശോധിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ ഗിയറുകൾ എങ്ങനെ പൊളിക്കാമെന്ന് ഞങ്ങൾ പഠിച്ചു. ഇപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കേടുപാടുകൾ തീർക്കുന്നതിനെക്കുറിച്ചും അവ ശരിയായ മൗണ്ടിങ്ങിനെ കുറിച്ചും അവയുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. കേടായ ഗിയറുകൾ നന്നാക്കുന്നതിന് സൂക്ഷ്മമായ സമീപനം ആവശ്യമാണ്. കാരണം ചെറിയ വ്യതിയാനങ്ങൾ പോലും അവയുടെ പ്രകടനത്തെയും ദീർഘായുസ്സിനെയും ബാധിക്കും. ഗിയർ കേടുപാടുകൾ ഫലപ്രദമായി നേരിടാനും നിങ്ങളുടെ മെക്കാനിക്കൽ സിസ്റ്റങ്ങളെ അവയുടെ ഓപ്റ്റിമൽ വർക്കിംഗ് അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഗിയർ റിപ്പയറിൻ്റെ സങ്കീർണതകളിലേക്ക് കടക്കാം. കേടായ ഗിയറുകൾ നന്നാക്കൽ, മൗണ്ടിംഗ്, പ്രവർത്തനക്ഷമത പരിശോധിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ഈ സെഷനിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇവയാണ്. ഡോവ്ടെയിൽ രീതി ഉപയോഗിച്ച് ഗിയർ ടൂത്ത് നന്നാക്കുക, സ്റ്റഡ് വെൽഡിംഗ് രീതി ഉപയോഗിച്ച് ഗിയർ ടൂത്ത് നന്നാക്കുക, ഗിയർ ബോക്സ് കൂട്ടിച്ചേരുക, പരീക്ഷണ ഓട്ടത്തിനായി ഗിയർ ബോക്സ് മെഷീനിലേക്ക് മൗണ്ട് ചെയ്യുക. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് കേടായ ഗിയറുകൾ നന്നാക്കാൻ, മൗണ്ടിംഗ്, പ്രവർത്തനക്ഷമത പരിശോധിക്കാൻ ഇതിൻ്റെ ഒക്കെ ആവശ്യമായ അറിവും വൈദഗ്ധ്യവും ഉണ്ടായിരിക്കും. ഈ ലക്ഷ്യങ്ങൾ മെക്കാനിക്കൽ സിസ്റ്റങ്ങളുടെ ഗിയർ മെയിൻ്റനൻസ് പ്രകടനവും ദീർഘായുസ്സും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള വിലയേറിയ ഉൾക്കാഴ്ചകൾ നിങ്ങളെ സജ്ജമാക്കും. തകർന്ന ഗിയർ ടൂത്ത് നന്നാക്കുക. ഡോവറ്റൈൽ ബ്ലാങ്ക് രീതി. വി ബ്ലോക്കിനെതിരെ ഗിയർ സപ്പോർട്ട് ചെയ്ത് സമാന്തര ക്ലാമ്പ് ഉപയോഗിച്ച് ഘടിപ്പിക്കുക. വെർനിയർ ഹൈറ്റ് ഗേജും വെർനിയർ ബെവൽ പ്രൊട്രാക്ടറും ഉപയോഗിച്ച് ഗിയർ വീലിൽ ഇരുവശത്തുനിന്നും ഡോവ്ടെയിൽ ഗ്രോവ് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തൽ വരികൾ പഞ്ച് ചെയ്യുക. ഡോവ്ടെയിലിൻ്റെ മൂലയിൽ 3 മില്ലിമീറ്റർ വ്യാസമുള്ള റിലീഫ് ദ്വാരങ്ങൾ ഓരോന്നായി തുരത്തുക. അടയാളപ്പെടുത്തൽ അനുസരിച്ച് ഡോവറ്റൈലിൻ്റെ ആകൃതിയിലും വലുപ്പത്തിലും ഗിയറിൽ നിന്ന് മെറ്റീരിയൽ നീക്കം ചെയ്യുക. പഞ്ച് മാർക്ക് പ്രകാരം ഗിയർ ടൂത്തിൻ്റെ പ്രൊഫൈലിലേക്ക് ശൂന്യമായത് ഫയൽ ചെയ്യുക. ബ്ലാങ്ക് ഡോവറ്റൈൽ ഭാഗം ഫയൽ ചെയ്യുക. ഗിയർ വീലിൻ്റെ ഡോവ്ടെയിൽ ഗ്രോവിലേക്ക് ശൂന്യമായത് ഘടിപ്പിക്കുക. ആവശ്യമെങ്കിൽ അത് യോജിക്കുന്നത് വരെ ശൂന്യമായി ഫയൽ ചെയ്യുക. ബ്ലാങ്ക് പീസ് ഉയർന്ന പാടുകൾ പരിശോധിക്കാൻ ഡോവറ്റൈൽ ഗ്രോവിൽ പ്രഷ്യൻ നീല പുരട്ടുക. ഹൈ സ്പോഡ് നീക്കം ചെയ്ത് ഡോവറ്റൈൽ ഗ്രോവിൽ ഒരു സുഗമമായ ഫിറ്റ് ഉണ്ടാക്കുക. അഞ്ച് 5.9 മില്ലിമീറ്റർ വ്യാസം, ശൂന്യമായ ഗിയർ വീലിൽ 33 മില്ലിമീറ്റർ വരെ ആഴത്തിൽ 2 ദ്വാരങ്ങൾ കൂട്ടിച്ചേർത്ത അവസ്ഥയിൽ. ഒരു ഹാൻഡ് റീമർ ഉപയോഗിച്ച് ദ്വാരങ്ങൾ റീമിംഗ് ചെയ്യുന്നു.
അസംബ്ലി ഡിസ്മോണ്ടിലെ ചെയ്യുക. ഗിയറിന്റെ ദ്വാരങ്ങളിൽ നിന്നും പ്ലാങ്കിൽ നിന്നും ചിപ്പുകൾ നീക്കം ചെയ്യുക. വീണ്ടും കൂട്ടിയോജിപ്പിച്ച് ചെറിയ ടാപ്പിംഗ് വഴി ദ്വാരങ്ങളിൽ ഡോവൽ പിന്നുകൾ ഘടിപ്പിക്കുക. ഗിയർ ടൂത്തിന്റെ പ്രൊഫൈൽ ശരിയായ രൂപത്തിലേക്ക് ഫയൽ ചെയ്യുക. പ്രൊഫൈൽ പരിശോധിക്കാൻ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിക്കുക. ബ്ലാങ്കിന്റെ വശങ്ങൾ ഫയൽ ചെയ്യുക. ഗിയർ ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്യുക. തകർന്ന ഗിയർ ടൂത്ത് നന്നാക്കുക. വെൽഡിംഗ് രീതി. തകർന്ന പല്ലിന്റെ പ്രതലം പരന്നതായി ഫയൽ ചെയ്യുക. ദ്വാരങ്ങൾക്കിടയിൽ 10 മില്ലിമീറ്റർ മധ്യദൂരത്തിൽ ഉപരിതലത്തിൽ 2 ദ്വാരങ്ങൾ അടയാളപ്പെടുത്തുക. ഡ്രിൽ ദ്വാരങ്ങൾക്കായി കേന്ദ്രങ്ങൾ പഞ്ച് ചെയ്യുക. അഞ്ച് mm ഡേ ഡ്രിൽ ചെയ്യുക. 9 മില്ലിമീറ്റർ ആഴത്തിൽ കേന്ദ്രങ്ങളിൽ ദ്വാരങ്ങൾ. M6 ഹാൻഡ് ടാപ്പ് ഉപയോഗിച്ച് ദ്വാരങ്ങൾ ടാപ്പ് ചെയ്യുക. ചിപ്സ് നീക്കം ചെയ്ത് ടാപ്പ് ചെയ്ത ദ്വാരങ്ങൾ വൃത്തിയാക്കുക. ടാപ്പ് ചെയ്ത ദ്വാരങ്ങളിൽ 4 ഹെക്സഗനാൽ M6 ബോൾട്ടുകൾ ശരിയാക്കി അവയെ സുരക്ഷിതമായി ശക്തമാക്കുക. ബോൾട്ടുകളുടെ ഷഡ്ഭുജ തല വെട്ടിമുറിക്കുക. ഫൈലിംഗ് വഴി ടൂത്ത് പ്രൊഫൈൽ നിർമ്മിക്കാൻ വേണ്ടത്ര വെൽഡിംഗ് വഴി മെറ്റീരിയൽ നിർമ്മിക്കുക. ബിൽറ്റ് അപ്പ് മെറ്റീരിയൽ ടൂത്ത് പ്രൊഫൈലിലേക്ക് ഫയൽ ചെയ്യുക. ശരിയായ ആകൃതിയും പിച്ചും ഉള്ള പ്രൊഫൈൽ പരിശോധിക്കാൻ ഒരു ടെംപ്ലേറ്റ് ഇടയ്ക്കിടെ ഉപയോഗിക്കുക. മൗണ്ടിംഗും പ്രവർത്തനക്ഷമതയും പരിശോധിക്കുക. കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് ഭാഗങ്ങൾ വൃത്തിയാക്കുക. ഗിയർ ബോക്സിലേക്ക് ലൂബ്രിക്കറ്റിംഗ് ഓയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ലെവലിൽ നിറയ്ക്കുക. മെഷീൻ ഇത് ഗിയർ ബോക്സ് മൗണ്ട് ചെയ്യുക. വ്യത്യസ്ത വേഗതയിൽ 4 സ്പീഡ് ടെസ്റ്റ് റൺ പരിശോധിക്കുക. ഈ സെഷനിൽ ഡിസ്മൗണ്ട് ചെയ്യൽ, കേടായ ഗിയറുകളുടെ റിപ്പയറിംഗ്, മൗണ്ടിംഗ്, പ്രവർത്തനക്ഷമത പരിശോധിക്കൽ എന്നിവയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പോയിന്റുകളുടെ ഒരു ചെറിയ റീക്യാപ്പ് ഇതാ. കേടായ ഗിയറുകൾ നന്നാക്കൽ, ചിപ്പ് ചെയ്ത പല്ലുകൾ അല്ലെങ്കിൽ ക്രാക്ക് പോലുള്ള കേടുപാടുകളായി ഗിയർ പരിശോധിക്കുക. അരിക്കുകൾ സ്മൂത്താക്കി അഥവാ ഒരു ഗ്രൈൻഡിംഗ് വീൽ ഉപയോഗിച്ച് പല്ലുകൾ നന്നാക്കിയാൽ ചെറിയ കേടുപാടുകൾ പരിഹരിക്കാൻ ആകും. ഗുരുതരമായ കേടുപാടുകൾക്ക് യഥാർത്ഥ ഗിയറിൻ്റെ സവിശേഷതകളുമായി ഒരു പുതിയ ഗിയർ ഉപയോഗിക്കാം. മൗണ്ടിംഗ് പ്രവർത്തനക്ഷമത പരിശോധിക്കുക. ഒരു ക്ലീനിംഗ് ലയക്കം ഉപയോഗിച്ച് ഷാഫ്റ്റും പിന്നെ ഗിയർ മേറ്റിംഗ് സർഫസും നന്നായി വൃത്തിയാക്കുക. ഷാഫ്റ്റിലും ഗിയർ മേറ്റിംഗ് സർഫസിലും ലൂബ്രിക്കൻ്റ് അല്ലെങ്കിൽ ഗിയർ ഓയിൽ പ്രയോഗിക്കുക. ഗിയർ ഷാഫ്റ്റിലേക്ക് ശ്രദ്ധാപൂർവം സ്ലൈഡ് ചെയ്യുക. ബാധകമാണെങ്കിൽ അത് ശരിയായി വിന്യാസിക്കുക. നിർമ്മാതാവിൻ്റെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് ബോൾട്ടുകളോ നട്ടുകളോ ശക്തമാക്കാൻ ഒരു ടോർക്ക് റെഞ്ച് ഉപയോഗിക്കുക. മുൻപ് നീക്കം ചെയ്ത എന്തെങ്കിലും കവറുകൾ അല്ലെങ്കിൽ ഗാർഡുകൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. വ്യത്യസ്ത വേഗത്തിൽ ടെസ്റ്റ് റൺ പരിശോധിക്കുക. എല്ലാ ആശയങ്ങളും വ്യായാമങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു അത്ഭുതകരമായ ആശയം കൊണ്ടുവരും. അതുവരെ ശ്രദ്ധിക്കുക.